ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ അവരുടെ നിലപാടുകൾക്കെതിരെ നീക്കങ്ങൾക്കെതിരെ ഒരു പുതിയൊരു ശാക്തിക ചേരി രൂപപ്പെടുന്നതിന്റെ സൂചനയാണോ കാണാൻ കഴിയുന്നത്? ദിവ്യ, ആദ്യ ദിവസങ്ങളിലെല്ലാം മിണ്ടാതിരുന്ന റഷ്യയും ചൈനയും ഇപ്പോൾ കുറച്ചുകൂടി ശക്തിയോടുകൂടി അമേരിക്കക്കെതിരെ രംഗത്ത് വരികയാണ്. എവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും US തന്നെ തിരിച്ചടിയാവുന്ന നീക്കമായിരിക്കുമെന്ന് റഷ്യ പ്രതികരിച്ചിരിക്കുന്നു. അതൊരു പെൻഡോറ പെട്ടി തുറക്കുന്നതിന് സമാനമായിരിക്കും. അത് തീർച്ചയായും തിരിച്ചടി US ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ന്യൂക്ലിയർ ഇടങ്ങളിൽ ആക്രമണം നടത്തുക എന്ന് പറയുന്ന അമേരിക്കയുടെ നയവും സ്വാഭാവികമായും ഈ മേഖലയിലാകെ സംഘർഷങ്ങൾ ഉണ്ടാക്കും. അത് വലിയ തിരിച്ചടിയാകും എന്ന് റഷ്യ പറയുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കാണുന്നത് ഇസ്രായേലിൽ ബർഷേബ എന്ന് പറയുന്ന സദേൺ ഇസ്രായേലിൽ ആകെ നാശം വിതയ്ക്കുന്ന ഇറാന്റെ മിസൈൽ ആക്രമണമാണ്. അവിടെയുള്ള ടെക്നോളജി പാർക്ക്, മൈക്രോസോഫ്റ്റിൻ്റെ അടക്കം ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ടെക് പാർക്കിൽ ആക്രമണമുണ്ടായി. അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഒരു മിലിറ്ററി ആസ്ഥാനത്തിന് നേരെ ആക്രമണമുണ്ടായി. അവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ആ പ്രദേശമാകെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെയെല്ലാം തീയാളുന്നു, ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുന്നു. ഇസ്രായേലിൽ ഏകദേശം ഒരു 3000-നും 5000-നും ഇടയിലുള്ള ആളുകൾ ഭവനരഹിതരായിട്ടുണ്ട്. എവിടെ താമസിക്കണം എന്നറിയാതെ അലയുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അപ്പോൾ 2-3 ദിവസത്തിന് മുമ്പ് ഇസ്രായേലി സേന പറഞ്ഞിരുന്നത് ഇറാന്റെ ആക്രമണശേഷി ഞങ്ങൾ തകർത്തിരിക്കുന്നു, അവരുടെ മിസൈൽ ശേഷിയുടെ വലിയ സംവിധാനം ഞങ്ങൾ ഇല്ലാതെയാക്കിയിരിക്കുന്നു, ഇനി ആക്രമിക്കാൻ ഉള്ള വലിയ ശക്തി ഇറാൻ ഉണ്ടാവില്ല എന്നെല്ലാമാണ് IDF പറഞ്ഞിരുന്നത്. പക്ഷേ ഈ നിമിഷം നമ്മൾ കാണുന്നത് ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾ അത് ഇസ്രായേലിൻ്റെ വിവിധ നഗരങ്ങളെ ഇപ്പോഴും പ്രകമ്പനം കൊള്ളിക്കുന്നതാണ്. പലയിടങ്ങളിലും തീ ആളിക്കത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. തിരിച്ചങ്ങോട്ടും ആക്രമണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഇറാനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം നയതന്ത്ര മേഖലകളിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് കടുത്ത സമ്മർദ്ദം നടത്തി ഇറാൻ ആക്രമണം നടത്തുന്നു, മറുഭാഗത്ത് നയതന്ത്രത്തിന്റെ വാതിൽ തുറക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇറങ്ങിക്കളിക്കേണ്ടതില്ല ഇറാനിൽ എന്ന് തീരുമാനിച്ച പശ്ചാത്തലത്തിൽ 2 ആഴ്ച സമയം കൊടുത്തിരിക്കുകയാണ് നയതന്ത്ര ചർച്ചകൾക്ക്. വിയന്നയിൽ ഇന്ന് നടക്കാനിരിക്കുന്ന ചർച്ച അതുകൊണ്ട് തന്നെ സുപ്രധാനമാണ്. ഇറാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ, അതല്ല അവരുടെ നയനിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. വിയന്നയിലെ ചർച്ചയിൽ ഇറാനൊപ്പം UK-യും അതേപോലെ തന്നെ ഫ്രാൻസും ജർമ്മനിയുമാണ് പങ്കെടുക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി തന്നെ നേരിട്ട് ഈ ചർച്ചയിൽ പങ്കാളിയാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചർച്ചയുടെ ഭാഗമായി യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങണമെന്നുള്ളതാണ്. അത് നേരത്തെ തന്നെ ഇറാൻ സമ്മതിച്ച കാര്യവുമാണ്. ഞങ്ങൾ ഒരു ആണവായുധ നിർമ്മാണത്തിന് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പലതവണ ഇറാൻ വ്യക്തമാക്കിയതാണ്. ഇനി സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ന്യൂക്ലിയർ ഉൽപ്പാദനം, യുറേനിയം ഉൽപ്പാദനം, ആ ഉൽപ്പാദനത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് കൂടി ഈ രാജ്യങ്ങൾ ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതിന് ഇറാൻ വഴങ്ങുമോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ വഴങ്ങിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് മേലുള്ള എല്ലാ ഉപരോധവും പാശ്ചാത്യ രാജ്യങ്ങൾ നീക്കണം എന്നാണ് അവർ പറയുന്നത്. അതിലേക്ക് അമേരിക്കയടക്കം സന്നദ്ധമാക്കേണ്ടി വരും. അമേരിക്കയുമായി നേരിട്ട് ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയതാണ്. കാരണം ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് അമേരിക്കയാണ്. ആ ആക്രമണം നിർത്തിയാൽ മാത്രമേ അമേരിക്കയുമായി നേരിട്ട് ചർച്ചയ്ക്കുള്ളൂ എന്ന നിലപാടിലാണ് ഇറാൻ ഉള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ ഈ ചർച്ചയുടെ മുമ്പതിയിലേക്ക് അമേരിക്കയുടെ കൂടി സഹായത്തോടു കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം അവസാനിക്കണമെന്നും നയതന്ത്ര മേഖലകളിലേക്ക് വാതിലുകളിലേക്ക് തുറക്കപ്പെടണമെന്നും ആണ് അവർ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും ഇന്നത്തെ ചർച്ച അവസാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റഷ്യയുടെയും ചൈനയുടെയും ഇറാൻ അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ എങ്കിലും വരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതൊരു പ്രസ്താവന മാത്രമാണ് വരുന്നത്. ഇപ്പോൾ അമേരിക്ക ആയാലും റഷ്യ ആയാലും ചൈന ആയാലും സുഹേൽ നേരിട്ട് യുദ്ധത്തിലേക്ക് വരുന്നില്ല. പ്രസ്താവനകൾ, പ്രതികരണങ്ങൾ മാത്രം നടക്കുന്നു. അമേരിക്കയുടെ പിന്തുണ വലിയ രീതിയിൽ ഇസ്രായേലിനുണ്ട്, ആയുധ സഹായം അടക്കം നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ പ്രതികരണങ്ങൾ, നിലപാടുകൾ എത്ര കണ്ട് ഈ സംഘർഷത്തെ സ്വാധീനിക്കും? ഏകപക്ഷീയമായി ഗസയിൽ നടക്കുന്നത് പോലെയുള്ള ഒരു ആക്രമണത്തിന് ഇസ്രായേലിനും അമേരിക്കക്കും ഇറാനിൽ സാധിക്കില്ല എന്നുള്ളതാണ് ഈ പ്രസ്താവനകൾ തെളിയിക്കുന്നത്. വെറും പ്രസ്താവനകൾ മാത്രമായിരിക്കില്ല. നേരിട്ട് യുദ്ധത്തിൽ പങ്കാളി ആയിട്ടില്ല എങ്കിലും റഷ്യയുടെയും ചൈനയുടെയും ആയുധങ്ങളെങ്കിലും ഇറാനിൽ ലഭിക്കാനുള്ള സാധ്യത യുദ്ധവിദഗ്ധർ കരുതുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ചൈനയിൽ നിന്ന് 3 വിമാനങ്ങൾ ഇവിടേക്ക് വന്നു, ഇറാനിലേക്ക് എത്തി എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അത് എത്താനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുകയാണ്. ഒപ്പം ഇറാൻ യുക്രൈൻ യുദ്ധത്തിന് റഷ്യക്ക് നിരവധി ഡ്രോണുകൾ നൽകിയിട്ടുണ്ട്. അതിന് പകരമായി ഇൻ്റലിജൻസ് സംവിധാനവും അതേപോലെ തന്നെ
കുറേയേറെ ആയുധ